ആനിമെ ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്. അതായത് ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഇൻ യുവർ ഡ്രീംസ് എന്ന ആനിമെ മൂവിയുടെ എക്സ്പ്ലനേഷനായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ ഡ്രീംസ് എല്ലാവരും കാണാറുണ്ടല്ലേ? ഡ്രീംസിലൂടെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുകയാണെങ്കിലോ അങ്ങനെ ഡ്രീംസിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ചേച്ചിയുടെയും അനിയൻ്റെയും ക്യൂട്ട് ഫൺ ഫാൻറ്റസി ഇമോഷണൽ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു റോളർ കോസ്റ്റർ ആയിട്ടുള്ള ഈ മൂവി നമുക്ക് ഫ്രീ മൈൻഡ് ആയിട്ട് ജസ്റ്റ് ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണെന്ന് പറയാം. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മൂവീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ചാനലിൽ സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഡ്രാമാസ് ഒക്കെ കയറി നോക്കാനും മറക്കില്ലല്ലോ. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റീവിയുടെ അനിയനായ ഏലിയറ്റിൻ്റെയും ഫാമിലി കാണിച്ചിട്ടാണ് കേട്ടോ. സോ സ്റ്റീവിയും അച്ഛനും അമ്മയും എൻജോയ് ചെയ്തിട്ട് ഈ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യുന്നതും ഇവർ തമ്മിലുള്ള ഒരു ഹാപ്പി സീനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റീവി പറയുന്നത്, നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഹാപ്പി സീനൊക്കെ ഉണ്ടല്ലോ, ഇതൊരു വലിയ ഡിസാസ്റ്റർ മൂവി തുടങ്ങുന്നതിന് മുന്നേ കാണിക്കുന്ന ഹാപ്പി സീൻസ് ഒക്കെയാണ്. ഞാൻ ഈ പറയുന്ന ഡിസാസ്റ്റർ വേറെ ഒന്നുമല്ല, ദോണ്ടായിരിക്കുന്ന എൻ്റെ ബ്രദറാണെന്ന് പറയുന്നതും ഏലിയറ്റിനെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. ഞാൻ എൻ്റെ അനിയനെ ബ്ലെയിം ചെയ്യുന്നതൊന്നുമല്ല, പക്ഷേ അവൻ കാണുന്നത് പോലെയൊന്നുമല്ല, അവൻ വന്നതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറിയെന്ന് പറയുന്നതും ഈ അനിയനാണെങ്കിൽ വാ വിട്ട് കരയുമ്പോൾ, അതായത് ഈ കൊച്ചിന് പാസിഫയർ വേണം കേട്ടോ, അതും പ്രത്യേകം ഒരു ബ്ലൂ കളറുള്ള പാസിഫയർ തന്നെ വേണം. ആ ടൈമിൽ അവിടെ ഒരുപാട് പാസിഫയേഴ്സ് വീഴുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ കഷ്ടപ്പെട്ട് അതിൽ തപ്പി ഇവന് ഇഷ്ടമുള്ള പാസിഫയർ തന്നെ എടുത്തു കൊടുക്കുന്നതും കണ്ടില്ലേ. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര മിടുക്കിയാണ്. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ ഒരുപാട് ഡ്രീംസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ്, അതായത് പെട്ടെന്ന് തന്നെ അവിടെ ഈ ചുമരും തറയൊക്കെ ഇങ്ങനെ വീഴാണ് കേട്ടോ. ഇതൊരു ഡ്രീം ആയിരിക്കും, പക്ഷേ ഈ കാണുന്ന ഡ്രീംസ് ഒക്കെ ഇപ്പോൾ ഒരു പേടി സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് മാത്രം എന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ഇവൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. മോർണിംഗ് ആയിരിക്കും ടൈം. അടുക്കളയിൽ നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേൾക്കുന്നുണ്ട്. ഈ ഏലിയറ്റ് ആണെങ്കിൽ ഈ സ്വപ്നത്തിൽ കണ്ട പോലെ ചെറിയ പയ്യനൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, അത്യാവശ്യം വളർന്നിട്ടുണ്ടായിരിക്കും. ഇവൻ പെട്ടെന്ന് എണീക്കുന്ന ടൈമിൽ അവിടെ ഒരു ആമയുടെ കളിപ്പാട്ടുണ്ടായിരിക്കും. അതിലൊരു സോങ് പ്ലേ ചെയ്യുന്ന ടൈമിൽ എണീക്കുന്ന ഏലിയറ്റ് അതേ സ്പീഡിൽ തന്നെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് വരുന്ന പ്രത്യേക മ്യൂസിക് കേട്ടാണ് ഇനി ഉറങ്ങുമെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇവളാണെങ്കിലും അച്ഛനും അമ്മയും സംസാരിക്കുന്നതാണ് പിന്നീട് കേൾക്കുന്നത്. ഈ ആൽബമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യേണ്ടേ, ഇനിയും ഇതിൽ പിടിച്ചു നിന്നാൽ കാര്യമില്ല എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അത് പിന്നെ മെയിൻ സിംഗർ പോയത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടായി എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങളൊക്കെ മാറണം, പിള്ളേര് വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ ഇതൊരു ആർഗ്യുമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്റ്റീവി ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലാലേ, ഇവർ ഓക്കെ ആയിരിക്കില്ലേ എന്നാണ് അവിടെ ചിന്തിക്കുന്നത്. മോർണിംഗിൽ ഇവള് പതിവിൽ നേരത്തെ എണീക്കുമ്പോൾ അവിടെ ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളുടെ റൂമിൽ എല്ലായിടത്തും ഓരോ നോട്ട് പാഡൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്റ്റിലും A കിട്ടി, ഒരു സബ്ജക്റ്റിൽ മാത്രം B കിട്ടിയിട്ടുള്ള അതിന്റെ നേരെ ഫിക്സ് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്നതും. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും സ്റ്റീവി. ആ ടൈമിലാണ് താഴത്ത് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിടക്കുന്നതും അതിൽ തട്ടിയിട്ട് ഇവള് വീഴാൻ പോകുന്നതും. അത് സംഭവം അനിയന്റെ പണിയായിരിക്കും കേട്ടോ. എടാ നിനക്കിതൊക്കെ ഒതുക്കി വെച്ച് കിടന്നോടി എന്ന് ചോദിച്ച് ഇവള് ചൂടാകുന്ന ടൈമിലാണ് മീറ്റിന്റെ എന്തോ ഒരു കഷ്ണം ഇവള് ചവിട്ടുന്നതും ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഏലിയറ്റും എണീക്കുന്നുണ്ട്. ഇവനാണെങ്കിലും ഇവന്റെ കുറെ ടോയ്സ് ഉണ്ടായിരിക്കും, അതിനോടൊക്കെ ഹായ് പറയുന്നതും. ടോണി എന്ന് ഇവൻ പേരിട്ടിട്ടുള്ള ഇവന്റെ ഒരു ടോയ് ഉണ്ടായിരിക്കും കേട്ടോ. അതിനെ കുറെ കാലമായിട്ട് കാണാനില്ല, അതിന് ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയത്തില്ലായിരിക്കും എന്ന് പറയുന്ന ഏലിയറ്റിനോട്, എടാ അത് ജസ്റ്റ് ഒരു ടോയ് ആണെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടാണ് ഇവള് നേരെ കിച്ചണിലേക്ക് പോകുന്നത്. അങ്ങനെ കിച്ചണിലെത്തിയിട്ട് ഇവള് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഏലിയറ്റ് ആണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് ഇവളെ നന്നായിട്ട് പിരിയടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഒരു ഹെൽപ്പും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് പിടിയും വലിയാകുന്ന ടൈമിൽ ആ ബ്രെഡ് അങ്ങ് കരിഞ്ഞു പോകുന്നുണ്ട്. നിന്റെ ഒരു ഹെൽപ്പ് വേണം, ഈ മാജിക് ഉണ്ടല്ലോ വാനിഷ് ആകുന്ന മാജിക്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവനെ പിടിച്ച് പുറത്താക്കുന്നതും. അതിനുശേഷം ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇവൾ ആദ്യം പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും കേട്ടോ. അമ്മ അച്ഛന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെയൊന്നും വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ആദ്യം വിളിക്കുന്നുണ്ട്. അതിനുശേഷം അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മ ടീച്ചറായിരിക്കും കേട്ടോ. അമ്മ പിള്ളേരുടെ റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന സ്റ്റീവി ആണെങ്കിൽ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛന് തോന്നിയ അതേ ഒരു ഞെട്ടൽ തന്നെ അമ്മയ്ക്കും തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഇവള് രണ്ടുപേരെയും സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേര് ടേബിളിൽ ഇരിക്കുന്ന ടൈമിൽ ഏലിയറ്റ് എവിടെ പോയി എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർട്ടൻ്റെ പിന്നിലായിട്ട് ആരോ നിൽക്കുന്നത് പോലെ ശ്രദ്ധിക്കുന്ന അമ്മയാണെങ്കിൽ അയ്യോ ഏലിയറ്റിനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് ഏലിയറ്റ് ഒന്നും ആയിരിക്കില്ല, ഒരു പാവക്കുട്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടായിരിക്കും കേട്ടോ. ഏലിയറ്റ് ആണെങ്കിൽ പിന്നാലെ വന്ന് ഇവളെ അങ്ങ് പേടിപ്പിക്കുന്നതും ആ ഒരു ഡ്രിങ്ക് ഒക്കെ ഇവളുടെ മേത്ത് പോകുന്നുണ്ട്. ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അമ്മയാണെങ്കിലും നാളെ രാവിലെ തന്നെ എനിക്ക് ടൗണിലേക്ക് പോകണം, അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഒരു ജോലി കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ടൗണിലേക്ക് പോവുകയാണോ, അപ്പം ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഡുലൂത്ത് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്, അങ്ങോട്ട് പോകാൻ അച്ഛന് ഇഷ്ടമില്ലല്ലോ എന്നാണ് ഏലിയറ്റ് അമ്മയോട് ചോദിക്കുന്നത് കേട്ടോ. ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അപ്പോൾ അമ്മ പോയ ടൈമിൽ നമ്മൾ
നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമുക്ക് എന്തായാലും ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പം അമ്മയാണെങ്കിലും നീ ഇവരെ രണ്ടുപേരും ഒന്ന് ശ്രദ്ധിക്കണേന്ന് സ്റ്റീവിയോട് പറയുന്നുണ്ട് കേട്ടോ. സ്റ്റീവി ആണെങ്കിലും അമ്മയ്ക്കും അച്ഛനും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ, ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഞാനും ഹെൽപ്പ് ചെയ്യാം, ഞാൻ എന്തെങ്കിലും ട്യൂഷൻ എടുക്കുക, അങ്ങനെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും. ഇന്റർവ്യൂ പോയിട്ട് കിട്ടുമെന്ന് പോലും അറിയത്തില്ല, ജസ്റ്റ് ഒരു ട്രൈ ചെയ്യൽ മാത്രമാണ്, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുന്ന അമ്മയാണെങ്കിൽ ഏലിയറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്സ് ഒക്കെ സെറ്റാക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. കാരണം ഈ ബുക്സിന്റെ കാര്യത്തിൽ അവന് കുറച്ച് മാർക്ക് കുറവാണ്, അതുകൊണ്ട് ഈ പൈററ്റ്സിന്റെയും അതുപോലെ DC-യുടെ മാർവൽ ബുക്സ് ഒന്നും വാങ്ങിക്കൊടുക്കാതെ കുറച്ച് ക്ലാസിക് ആയിട്ടുള്ള ബുക്സ് സെലക്ട് ചെയ്യാനാണ് അമ്മ പറയുന്നത്. അങ്ങനെ ഏലിയറ്റിന് വേണ്ടിയിട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടി ഇവളെ സൈക്കിളിൽ പോകുമ്പോൾ അവർ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് ഇവളെ ടെൻഷൻ അടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഏലിയറ്റ് ആണെങ്കിൽ ഇവളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് എപ്പോഴും വികൃതി കാണിക്കുന്ന ഒരു പയ്യനായിരിക്കും ഈ ഏലിയറ്റ്. ഇവളാണെങ്കിലും ലൈബ്രറിയിൽ നിന്നും ഇവന് കുറച്ച് ക്ലാസിക് ആയിട്ടുള്ള ബുക്സ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ ഈ കിഡ്സിന്റെ കഥകളൊക്കെ പറയുന്ന ബുക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആ ടൈമിലാണ് അവിടെ എംപ്ലോയീസിന് മാത്രമേ കിടക്കാൻ പാടൂ എന്ന് പറഞ്ഞൊരു ബാനർ വെച്ചിട്ടുള്ള റൂം കാണുന്നത് കേട്ടോ. ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ളതായിരിക്കും, അങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഏലിയറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇതേ ടൈമിൽ സ്റ്റീവി ആണെങ്കിൽ അവിടെയുള്ളൊരു നോട്ടീസാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അതായത് അച്ഛൻ ഒരു ആൽബം ഒക്കെ ചെയ്യുന്ന ഒരു ബാൻഡിൽ അംഗമായിരിക്കും കേട്ടോ. അമ്മ ഇതിൽ പാടിയിരുന്നു. അവരുടെ ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസ് കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ആ ടൈമിലാണ് ഏലിയറ്റിനെ കാണാനില്ലാത്ത കാര്യം ഇവൾ അറിയുന്നത് കേട്ടോ. അങ്ങോട്ട് വരുന്ന ലൈബ്രറിയൻ ആണെങ്കിൽ ആള് നല്ല ചുള്ളനായിരിക്കും. എന്താ പ്രശ്നം, ആരെ തിരയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ, അല്ല അത് പിന്നെ എൻ്റെ കുരുത്തം കെട്ട ഒരു അനിയനാണ്, അവനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് വെപ്രാളപ്പെടുന്നതും. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ല എൻ്റെ അനിയനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ അവിടെയുള്ള ഒരു സ്റ്റാച്യൂവിൽ തട്ടി വീഴുന്നുണ്ട്. ഏലിയറ്റ് ആണെങ്കിലും ആ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടായിരിക്കും കേട്ടോ. അവിടെ ഒരു ഗ്ലോബ് കാണുന്നുണ്ട്, അതുപോലെ തൊപ്പിയൊക്കെ എടുത്ത് അവിടെയുള്ളൊരു മിററിലൊക്കെ നോക്കുന്നതും. ആ ടൈമിലാണ് അവിടെയുള്ളൊരു പ്രത്യേക തരം ബുക്ക് ഇവൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. സാൻഡ്മാൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ബുക്ക് നോക്കുമ്പോൾ ഡ്രീംസ് ഒക്കെ നടത്തി തരുന്ന ഒരാളുടെ ബുക്കാണെന്ന് ഇവർ മനസ്സിലാകുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന സ്റ്റീവി ആണെങ്കിൽ നീ എന്തെവിടെ ചെയ്യുന്നത്, നീ എന്തൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും. നോക്ക് സ്റ്റീവി, ഈ ബുക്ക് കണ്ടോ, ഇത് എന്തോ ഒരു സ്പെഷ്യൽ ബുക്കാണെന്നൊക്കെ പറയുമ്പോൾ ഇത് റിയൽ ആയിട്ടുള്ള ബുക്കൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇവള് ചൂടാകുന്ന ടൈമിൽ പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. ഇവരാകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് വരുന്ന ലൈബ്രറിയൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു മാജിക് അറിയാം, ഇപ്പം ഞങ്ങൾ മാഞ്ഞു പോകുമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഓടടാ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തി ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ ഈ ബുക്ക് മതിയെന്ന് പറഞ്ഞ് സാൻഡ്മാൻ്റെ ബുക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നീ ഇത് അവിടെ നിന്ന് തൂക്കിയതാണോ, നീ മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന സ്റ്റീവിയോട് ഇതിൻ്റെ മുകളിലെ പൈസയൊന്നും ഇല്ലയെന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഫ്രീ ബുക്ക് ആയിരിക്കുമല്ലോ, അതാ ഞാൻ ഇങ്ങോട്ട് എടുത്തതെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുന്ന സ്റ്റീവി ആണെങ്കിൽ പിന്നീട് ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൽ സാൻഡ്മാൻ്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അതുപോലെ ഇത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഈ സാൻഡ്മാനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ തന്നെ റിയൽ ആയിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് ഇത് വായിക്കുന്ന സ്റ്റീവി ആണെങ്കിൽ വാവ് എന്ന് പറഞ്ഞ് ഒടുക്കത്തെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അപ്പൊ അനിയനാണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എടാ ഇതൊക്കെ ഉടായിപ്പാണ്, എങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവിടെ സംസാരിക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ ശരിക്കും നമ്മുടെ ഡ്രീംസ് ഒക്കെ ഈ സാൻഡ്മാൻ നടത്തി തരികയാണെങ്കിൽ പറക്കാൻ കഴിയുന്ന ഒരു ജെറ്റ് പാക്ക് ഞാൻ ചോദിക്കും, അതുപോലെ 6 പാക്ക്, പിന്നെ എനിക്ക് ഈ ഡൈനാമൈറ്റിന്റെ ഫിസ്റ്റ് കിട്ടണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് മുഷ്ടിയൊക്കെ ചുരുട്ടി നന്നായി ഇടിക്കാലോ എന്ന് പറയുന്ന ഏലിയറ്റ് ആണെങ്കിൽ നീ എന്താ ചോദിക്കുക സ്റ്റീവി എന്ന് ഇവളോട് ചോദിക്കുമ്പോൾ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സ്റ്റീവി നോക്കുന്നത് ഇവരുടെ ഫാമിലി ഫോട്ടോയിലേക്ക് ആയിരിക്കും കേട്ടോ. എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന സ്റ്റീവിയാണ് ഏലിയറ്റ് ശ്രദ്ധിക്കുന്നത്. അന്ന് നൈറ്റിൽ എന്തോ ഒരു ശബ്ദം കേട്ട് സ്റ്റീവി നോക്കുന്ന ടൈമിൽ ഏലിയറ്റ് കിടക്കുന്ന ഈ കട്ടിലുണ്ടല്ലോ അത് നന്നായിട്ട് അനങ്ങുന്നതും. ഇവളാണെങ്കിൽ ഏലിയറ്റ് എണീക്കെന്ന് പറയുമ്പോൾ ഇവൻ എണീറ്റ് നോക്കുമ്പോൾ ഈ കട്ടിൽ ഇങ്ങനെ അനങ്ങുന്നതും ഇവരുടെ വീടിന്റെ ഒരു സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു വീഴുകയാണ്. ഇത് കാണുന്ന സ്റ്റീവി ആണെങ്കിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് ശരിക്കും നടക്കുന്നതാന്ന് പറഞ്ഞ് ഏലിയറ്റിന്റെ ഒരു കട്ടിലുണ്ടല്ലോ അതങ്ങ് പറക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലും കട്ടിൽ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് അതിൽ ബെഡ്ഷീറ്റിൽ എന്തോ തൂങ്ങി പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഈ ഒരു കട്ടിലാണെങ്കിൽ നല്ല സ്പീഡിൽ അങ്ങ് പറക്കുന്നതും അതിന്റെ മേൽക്കൂരയിലും അങ്ങനെ എല്ലായിടത്തും ഇവളുടെ ഫേസ് ഇടിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ മാക്സിമം ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എല്ലാ സ്ഥലത്തും ഇവള് നന്നായിട്ട് മുട്ടിയിട്ട് ഇവൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പറക്കുന്ന ടൈമിൽ തന്നെ ഇവളൊരു കുളത്തിൽ വീഴുന്നതും അതിൽ നിന്ന് പൊന്തുമ്പോൾ ഇവളുടെ വായിലൊരു മീനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇവള് ചീറുന്നതും ഇതൊക്കെ കാണുന്ന ഏലിയറ്റിന് അങ്ങ് സന്തോഷമാവുകയാണ്. ഹായ് എനിക്ക് പറക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഇവൻ നന്നായിട്ട് എൻജോയ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിലോ പെട്ടെന്ന് ഈ ബെഡ്ഷീറ്റിൽ നിന്ന് കൈ വീഴുന്നതും താഴത്തേക്ക് വീഴാണ്. നിന്നെ ഞാൻ കൊല്ലും ഏലിയറ്റ് എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളെ വന്നിട്ട് എസ്കേപ്പ് ആക്കുന്നതും. അങ്ങനെ ഇവർ പറക്കുന്ന ടൈമിൽ നമുക്ക് താഴത്തേക്ക് പോകണമെന്ന് ഇവൾ ഉറക്കെ പറയുമ്പോൾ പോകാലോ എന്ന് പറഞ്ഞ് ഇവൻ സ്റ്റിയറിങ് തിരിക്കുന്നത് പോലെയാണ് കേട്ടോ ഈ പുതപ്പ് ഇങ്ങനെ മാറ്റുന്നത്. ആ ടൈമിൽ ഈ
കട്ടിലാണെങ്കിൽ താഴത്തെ കൂടെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പെട്ടെന്നൊരു വണ്ടി ഇങ്ങനെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവർ മുകളിലേക്ക് അതേ വേഗതയിൽ പറന്നുയരുന്നുണ്ട്. നമ്മളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ച് സ്റ്റീവി എലിയറ്റിനോട് ചൂടാകുന്ന ടൈമിൽ ദേ ഒരു ബട്ടൺ കാണുന്നുണ്ട്, റോക്കറ്റ് സ്പീഡിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അമർത്തലെന്ന് സ്റ്റീവി പറയുന്നുണ്ട്. എന്നാൽ എലിയറ്റ് ആണെങ്കിലോ എനിക്കിത് അറിയാൻ നല്ല ആകാംക്ഷ തോന്നുന്നു എന്ന് പറഞ്ഞ് ഇവൻ ആ സ്വിച്ചിൽ അമർത്തുമ്പോൾ റോക്കറ്റ് പോകുന്ന സ്പീഡിലാണ് കേട്ടോ പിന്നീട് ഈ ബെഡ് പോകുന്നത്. ഇവരാണെങ്കിൽ ആകെ പേടിക്കുന്നത്. പിന്നീട് മേഘങ്ങളൊക്കെയുള്ള ഒരു നൈസ് പ്ലേസിൽ ഇവരെത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു കട്ടിലാണെങ്കിൽ ഈ കുതിരയൊക്കെ പോകുന്ന പോലെ സ്ലോ മോഷനിലാണ് പോകുന്നത്. ഇവരാണെങ്കിൽ അവിടെ ഒരുപാട് സ്റ്റാർസിനെയൊക്കെ കാണുന്നുണ്ട്. സ്റ്റീവി ആണെങ്കിൽ അതിലൊരു സ്റ്റാറിനെ തൊടുമ്പോൾ അവിടെയുള്ള എല്ലാ സ്റ്റാർസും ജോയിൻ ചെയ്തിട്ട് ഒരു മനുഷ്യന്റെ രൂപം ഇങ്ങനെ ഫോം ചെയ്യുന്നതും ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വരൂ, എന്നെ കണ്ടെത്തൂ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ട്രൂ ആക്കി മാറ്റൂ എന്ന് പറയുന്നതും ഇത് സാൻഡ്മാൻ ആയിരിക്കും എന്ന് എലിയറ്റ് സ്റ്റീവിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആളെ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം എന്ന് ഇവൻ പറയുന്നതും ആ ടൈമിൽ ഇവർ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ എണീക്ക് ആരൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അത്രയും നേരം ഉണ്ടായിരുന്ന ആ പ്രകാശമൊക്കെ അങ്ങോട്ട് മാറുന്നതും നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊരു ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ചങ്ങ് കീറുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ കട്ടിലുണ്ടല്ലോ അതിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞ് താഴത്തേക്ക് വീഴുന്നതും പെട്ടെന്ന് ഇവർ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇവരുടെ ബെഡിലായിരിക്കും കേട്ടോ. ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതൊരു നല്ല സ്വപ്നമായിരുന്നു എന്ന് എലിയറ്റ് പറയുമ്പോൾ ഞാൻ കണ്ടത് അത്ര നല്ല സ്വപ്നമൊന്നും ആയിരുന്നില്ല എന്ന് സ്റ്റീവി പറയുന്നുണ്ട് കേട്ടോ. എലിയറ്റ് ആണെങ്കിലും പിന്നീട് കണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഞാനും കണ്ടേ, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ ഡ്രീമാണോ കണ്ടേ, അതെങ്ങനെ സാധിക്കുമെന്നാണ് കേട്ടോ സ്റ്റീവി അവിടെ ചോദിക്കുന്നത്. ഇവളാണെങ്കിലും സംശയത്തോട് കൂടിയിട്ട് ആ ഒരു ബുക്ക് അവിടെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ അമ്മയാണെങ്കിൽ നേരത്തെ തന്നെ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ യാത്ര അയക്കുമ്പോൾ നീ ഉറപ്പിച്ചതാണോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മാറേണ്ടി വരും, പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇവിടെയാണ് നമ്മുടെ എല്ലാം, ഇതാണ് നമ്മുടെ വീട്, സോ ഇവിടെ നിന്ന് പോകുന്നതിനെ പറ്റി ഒന്നുകൂടി ചിന്തിച്ചൂടെ എന്ന് പറയുമ്പോൾ ഇല്ല, നമ്മുടെ ലൈഫ് മാറേണ്ട ടൈം ആയിരിക്കുന്നു, കുട്ടികളുടെ ലൈഫ് എഡ്യൂക്കേഷൻ അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ ഇത്തിരി സാഡ് ആയിട്ടായിരിക്കും. ഇതൊക്കെ കാണുന്ന സ്റ്റീവിക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇടയിൽ എന്തൊരു ഗ്യാപ്പ് ഉണ്ടെന്നും ഇവർ തമ്മിൽ നല്ല സ്മൂത്ത് അല്ല എന്ന് മനസ്സിലാക്കുന്ന സ്റ്റീവി ആണെങ്കിലും ആദ്യം ആലോചിക്കുന്നത് ഈ ബുക്കിനെ പറ്റിയായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങളെ നടത്തി തരുമെന്നാണല്ലോ ഈ ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും സംശയിക്കാതെ ഇവള് പതുക്കെ ഈ ബുക്ക് എടുക്കുന്നതും നോക്കുമ്പോൾ ഏലിയറ്റ് നല്ല ഉറക്കത്തിലായിരിക്കും. ഇവളാണെങ്കിലും പുതപ്പിന്റെ അടിയിൽ ഇരുന്നിട്ട് ഇതിലെ വേർഡ്സ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ. സാൻഡ്മാൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നടത്തി തരൂ എന്ന് ഇവളിങ്ങനെ ഉറക്കെ വായിക്കുന്നതും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉറങ്ങി വീഴുന്നുണ്ട്. കണ്ണു തുറക്കുമ്പോൾ ഇവളൊരു പുതിയ ലോകത്താണ് കേട്ടോ എത്തുന്നത്. തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ഡോണറ്റ്സ് സംസാരിക്കുന്നത് കാണുമ്പോൾ ഈ സ്റ്റീവി ആണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുന്നതും ഇവള് നോക്കുമ്പോൾ ഈ ഡോണറ്റ് മാത്രമല്ല കേട്ടോ, അതിലുള്ള ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, എഗ്ഗ് എല്ലാം ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇവള് കാണുന്നത്. വാവ്, അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു, ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൗൺ ആണെന്ന് തോന്നുന്നുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ എൻജോയ് ചെയ്ത് അതൊക്കെ വാച്ച് ചെയ്യുന്നതും അതിലൂടെ പോകുന്ന ബ്ലൂബെറീസ് ആണെങ്കിൽ നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഇവളോട് പറയുമ്പോൾ യെസ് ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവള് മുന്നോട്ട് പോകുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഏലിയറ്റ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, ഇത് എൻ്റെ കൂടി ഡ്രീം ആണെന്ന് ഏലിയറ്റ് പറയുമ്പോൾ ഞാൻ ഈ സാൻഡ്മാനെ കണ്ടുപിടിക്കാൻ പോവുക എന്ന് പറയുന്ന ചേച്ചിയോട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം. ഒരുമിച്ചോ? ഞാൻ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഇവന്റെ കട്ടിൽ ഇവള് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇതിനെയും കൂട്ടിയിട്ടാണോ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് പണ്ടത്തെ പോലെയല്ല, എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ അറിയാം, ലെഫ്റ്റിലേക്ക് മാറ്, റൈറ്റിലേക്ക് മാറുന്നൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ ഈ കട്ടിൽ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഇവളാണെങ്കിൽ ആകെ വണ്ടടിക്കുന്നുണ്ട്. അല്ല സ്റ്റീവി, ഈ സാൻഡ്മാനെ എവിടുന്ന് കണ്ടെത്തുക, സാൻഡ്മാനെ എന്ന് വിളിച്ച് ഇവർ നടക്കുന്ന ടൈമിലാണ് എനിക്കറിയാന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഇവർ കേൾക്കുന്നത് കേട്ടോ. ഇവർ നോക്കുമ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജ് കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിലെ എന്ന് പറയുന്നതും അതിന്റെ അടിയിൽ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് മനസ്സിലാക്കുന്ന ഇവരാണെങ്കിലും അടിയിൽ നിന്നും ഒരു സാധനം ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അത് ഏലിയറ്റിന്റെ കാണാതെ പോയിട്ടുള്ള ടോണി എന്ന് പറയുന്ന ഒരു ടോയ് ആയിരിക്കും കേട്ടോ. ഇത് കാണുന്നതും ഇവനങ്ങ് സന്തോഷാകുന്നുണ്ട്. ഹായ് എൻ്റെ ടോണി എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇവൻ സംസാരിക്കുമ്പോൾ ടോണി തിരിച്ച് ഇവനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു, ആരും എന്നെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഏലിയറ്റ് ആണെങ്കിലും ഹായ് എന്തൊരു സ്മെല്ലാന്ന് പറയുമ്പോൾ ഇത് കാണുന്ന സ്റ്റീവി ആണെങ്കിൽ ഒരു വൃത്തികെട്ട നാറ്റെന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നീ എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ ഇവൻ ചോദിക്കുന്ന ടൈമിൽ അതെ നിന്റെ സിസ്റ്ററിനോട് ചോദിക്കണം, അവളാ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഏലിയറ്റ് ചൂടാകുന്നുണ്ട് കേട്ടോ. അല്ല ഈ സാൻഡ്മാൻ എവിടെയാണെന്ന് നിനക്ക് അറിയാന്നല്ലേ പറഞ്ഞ്, അത് പറഞ്ഞു തരുന്നുണ്ടോ അതോ നിന്നെ ഞാൻ അടിക്കണോ എന്നൊക്കെ ചോദിച്ച് സ്റ്റീവി ചൂടാകുന്ന ടൈമിൽ അതെ ഈ സാൻഡ്മാനെ കണ്ടുപിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ, നമുക്ക് ഈ ലോകമൊക്കെ അങ്ങ് എൻജോയ് ചെയ്ത് നടന്നാൽ പോരെ, അതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ അത് ശരിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റീവി ആണെങ്കിലും മര്യാദയ്ക്ക് പറഞ്ഞു തന്നോ അല്ലെങ്കിൽ നിന്റെ കാര്യം ഞാൻ സെറ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞ് സ്റ്റീവി ആണെങ്കിൽ ഇതിനെ തല്ലാൻ നോക്കുമ്പോൾ അതെ ഞാനൊരു കാര്യം പറയാം, സാൻഡ്മാനെ കണ്ടുപിടിക്കാൻ നോക്കുന്നതൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം, എന്നാൽ ഒരു പ്രോബ്ലം ഉണ്ട്,
അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ സാൻഡ്മാനെ അന്വേഷിച്ചിറങ്ങുന്നത് ആ ഒരു ടൈം മുതൽ നിങ്ങളുടെ ഈ നല്ലൊരു സ്വപ്നം പേടി സ്വപ്നമായിട്ട് മാറുമെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ, ഈ പേടി സ്വപ്നമല്ല ഇതിനേക്കാൾ വലിയ സ്വപ്നം വന്നാലും അത് നേരിടാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പറയുന്ന ടൈമിലാണ് ഈ സ്റ്റീവി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവളുടെ പല്ലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. ഇത് കണ്ട് ഇവള് പേടിക്കുന്ന ടൈമിൽ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ പേടി സ്വപ്നം എന്ന് ടോണി പറയുമ്പോൾ ഇവള് നൈസായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇടി വെട്ടുന്നതും. അതായത് നേരത്തെ പോലെ തന്നെ ഈ ആകാശമൊക്കെ ഇരുളുന്നുണ്ട്. അത്രയും നേരം ഉണ്ടായിരുന്ന ഫ്രൂട്ട്സും അതുപോലെ ആഹാര സാധനങ്ങളൊക്കെ തന്നെ പഴകുന്നതും ഇവരുടെ നേരെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ സ്റ്റീവി ഇങ്ങനെ, ഇവരെന്തിനാ നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ച് എലിയേറ്റ് പേടിക്കുന്ന ടൈമിൽ സ്റ്റീവി ആണെങ്കിൽ പേടിക്കല്ലേ, ഇത് വെറും ഒരു ഡ്രീമാണ്, ഇവർക്കൊന്നും നമ്മളെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഈ വരവും ഇവരിങ്ങനെ വളയുന്നതൊക്കെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. ഈ ടോണി പറഞ്ഞിരുന്നു പേടി സ്വപ്നമാകുമ്പോൾ പേടിക്കരുത്, പേടിച്ചു കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീക്കും, അങ്ങനെയാണെങ്കിൽ സാൻഡ്മാനെ കണ്ടെത്താൻ കഴിയില്ല എന്ന്. ഇതൊരു ഡ്രീമാണെന്ന് എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഇവർക്ക് നന്നായിട്ട് പേടി തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പേടിച്ച് ഇവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ എന്താ സംഭവിച്ച് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേൽറ്റെന്നൊക്കെ സ്റ്റീവി ചോദിക്കുന്ന ടൈമിൽ അയ്യോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു എന്ന് പറയുന്ന ഏലിയറ്റ് ആണെങ്കിലും അയ്യോ ടോണി എന്ന് പറഞ്ഞ്, അതായത് സ്വപ്നത്തിൽ കണ്ടല്ലോ ഫ്രിഡ്ജിന്റെ അടിയിലാണ് ടോണി കിടക്കുന്നതെന്ന്, ഇവനാണെങ്കിൽ ഓടിപ്പോയിട്ട് ടോണി എടുത്തു കൊണ്ടുവരുന്നുണ്ട്. ആ ടൈമിൽ ഈ ബുക്ക് നോക്കുന്ന സ്റ്റീവി ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഈ ബുക്ക് വായിച്ചതുകൊണ്ട് ഇവർ രണ്ടുപേരും ഫിസിക്കലി കണക്റ്റഡ് ആണ്. അതായത് രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ ഈ ഡ്രീമിലേക്ക് ഇവർക്ക് പോകാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന സ്റ്റീവി ആണെങ്കിലും ഇതിനെപ്പറ്റി ഏലിയറ്റിനോട് പറയുമ്പോൾ അയ്യോ ആ നശിച്ച ഡ്രീമിലേക്ക് ഞാനില്ല, എനിക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറയുന്ന ഏലിയറ്റിനോട് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ വന്നേ മതിയാകൂ എന്ന് സ്റ്റീവി പറയുമ്പോൾ ഞാൻ വരത്തില്ല, ഞാൻ അങ്ങനെ ഉറങ്ങാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ വാശി പിടിക്കുമ്പോൾ സ്റ്റീവി ആണെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ആ ഒരു ആമയുടെ ടോയ് ഉണ്ടല്ലോ അതെടുത്തിട്ട് അതിൽ മ്യൂസിക് പ്ലേ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. ആ മ്യൂസിക് കേട്ട് അപ്പം തന്നെ അനിയൻ ഉറങ്ങുമെന്ന് സ്റ്റീവിക്ക് അറിയാം. എന്നാൽ ഇവളിത് പ്ലേ ചെയ്യാൻ നോക്കുന്നതും ഇവനാണെങ്കിലും ഇത് തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഉന്തും തള്ളുമാകുന്ന ടൈമിൽ ഇത് വീഴാൻ പോകുന്നതും ഇവൾ ആ സ്വിച്ച് അമർത്തുന്നുണ്ട് കേട്ടോ. ഈ പാട്ട് കേൾക്കുന്നതും അതായത് സ്റ്റീവിയുടെ പുറത്ത് ഏലിയേറ്റ് ഉറങ്ങിയിട്ടാണ് വീഴുന്നത്. എന്നാൽ ആ ടൈമിൽ അച്ഛൻ ഈ ബഹളമൊക്കെ കേട്ട് അങ്ങോട്ട് വരുന്നതും അച്ഛൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഏലിയേറ്റ് എണീക്കുന്നുണ്ട് കേട്ടോ. ഈ പാവയാണെങ്കിലും നിലത്ത് വീണ് പൊട്ടുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഏലിയേറ്റ് ആണെങ്കിൽ കൂളായിട്ട് അച്ഛനോട് അച്ഛ കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു പോകുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത്. അന്ന് അച്ഛനും മക്കളും ആണെങ്കിൽ പുറത്തു പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അച്ഛനും സ്റ്റീവിയും ഫുഡ് കഴിക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ ഗെയിം സ്റ്റോറിൽ ഗെയിമൊക്കെ കളിക്കുകയായിരിക്കും കേട്ടോ. അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ, എല്ലാ കാര്യം സ്മൂത്ത് ആയിട്ടല്ലേ പോകുന്നതെന്ന് മകള് ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പിന്നെ മോൾക്ക് അറിയാലോ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ മ്യൂസിക് കമ്പോസിഷൻ ഒക്കെ അല്ലേ, അപ്പോൾ ചില സമയത്ത് നമുക്ക് മ്യൂസിക് ഒന്നും കിട്ടത്തില്ല, നമ്മൾ സ്റ്റെക്കായി പോകും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ സംസാരിക്കുന്ന ടൈമിലാണ് ഈ ഏലിയറ്റ് നൈസായിട്ട് അവിടെ കുറേ പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ മകനെ പിടിച്ചു വലിക്കാൻ പോകുന്ന ടൈമിൽ അച്ഛൻ്റെ ഫോണിലേക്ക് അമ്മയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് കാണുന്നതും സ്റ്റീവി ആണെങ്കിൽ ആകെ സാഡ് ആവുകയാണ്. രാത്രിയിൽ ഏലിയറ്റ് ആണെങ്കിൽ സന്തോഷത്തോടു കൂടി സ്റ്റീവിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവളാകെ വിഷമത്തിലായിരിക്കും കേട്ടോ. എന്താ പറ്റിയത്, നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് ചോദിക്കുന്ന അനിയനോട് അമ്മ അച്ഛനൊരു മെസ്സേജ് അയച്ചിരുന്നു, അമ്മ പോയ ഇന്റർവ്യൂ ഉണ്ടല്ലോ അത് പാസ്സായി ജോലി കിട്ടി ആണോ, അപ്പോൾ നമ്മൾ ഡുലൂത്തിലേക്ക് മാറൂ, എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഏലിയറ്റിനോട് നമ്മൾ അങ്ങോട്ട് പോവോ അതോ ഇവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല, കാരണം അച്ഛൻ അമ്മയുടെ കൂടെ പോകാൻ തീരെ താല്പര്യമില്ല, അവർ തമ്മിൽ ഇപ്പോൾ കുറേ ആയിട്ട് നല്ല ടേംസിലല്ല, അതുകൊണ്ട് തന്നെ അവർ സ്പ്ലിറ്റ് ആവാൻ സാധ്യതയുണ്ട്, അങ്ങനെ അവർ ബ്രേക്ക് ആവുകയാണെങ്കിൽ അവർ വേറെ കല്യാണം കഴിച്ചാലോ, നമുക്ക് വേറെ സ്റ്റെപ്പ് ബ്രദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഉണ്ടായാലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ഇതുപോലെ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ കാട് കയറി ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഏലിയറ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ രണ്ടുപേരും സെപ്പറേറ്റ് ആവുമെന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത്. എനിക്കറിയില്ല, പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു വഴിയുണ്ട്, സാൻഡ്മാൻ വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ കഴിയും, പക്ഷേ നിനക്കതിന് പറ്റത്തില്ലല്ലോ, നിനക്ക് പേടിയല്ലേ എന്ന് പറഞ്ഞ് ഇവള് വിഷമിച്ച് കിടക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ ഇവൻ ഉറങ്ങാൻ സഹായിക്കുന്ന ആ ഒരു ആമയുണ്ടല്ലോ അതിനെ എടുത്തു കൊണ്ടുവന്ന് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവൻ ഓക്കെയാണെന്ന് അവിടെ പറയുകയാണ്. പിന്നീട് ഇവളാണെങ്കിൽ ഇവനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുന്നതും അതിനുശേഷം ഇവർ ആ ഡ്രീമിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇവർ ചോക്ലേറ്റ്സ് കൊണ്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ എത്തുന്നത്. ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയായിരിക്കും. സ്റ്റീവി ആണെങ്കിൽ ഏലിയറ്റിനോട് എന്തൊക്കെ വന്നാലും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കരുത്, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ തോറ്റുപോകും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ടോണിയും എത്തുന്നുണ്ട്. ടോണി ആണെങ്കിലോ നിങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടാണല്ലേ, പക്ഷെ സ്റ്റീവി നീ ഇങ്ങനെ ഓവറായിട്ട് ഡ്രീം കാണരുത്, ലൂസിഡ് ഡ്രീം കാണുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന സ്റ്റീവിയോട് ടോണി പറയുന്നുണ്ട്, നമുക്ക് ഡ്രീംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഏലിയറ്റ് ചെയ്യുന്നത് പോലെ ഏലിയറ്റിൻ്റെ മൈൻഡിൽ ഒന്നുമില്ല, ഭയങ്കര ഫ്രീ ആണ്, അതുകൊണ്ട് അവന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് സ്റ്റീവിയെ കളിയാക്കുന്നുണ്ട്. സ്റ്റീവി ആണെങ്കിലോ ശരി പേടി സ്വപ്നങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, ഞങ്ങൾ സാൻഡ്മാൻ ആയിട്ടുള്ള ഒരു ഡേറ്റിങ്ങിന് പോവുകയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഇവൾ ഉറക്കെ പറയുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ
ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അതായത് ഇരുട്ട് വരുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. അത്രയും നേരം അവിടെ പാട്ടൊക്കെ പാടിയിരുന്ന കുറച്ച് ബൊമ്മകൾ ഉണ്ടായിരിക്കും. അതാണെങ്കിൽ ഒരുമാതിരി പേടിപ്പിക്കുന്ന പാട്ട് പാടിയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും ഇവർ നോക്കുമ്പോൾ മൊത്തം തീയായിരിക്കും കേട്ടോ. ഇത് കണ്ടിട്ട് ഇവർ പേടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരറിയാതെ തന്നെ പേടിച്ചു പോകുന്നുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന സ്റ്റീവി എനിയും ഏലിയറ്റിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഓ, വല്ലാത്തൊരു സ്വപ്നം തന്നെയായിരുന്നു എന്ന് പറയുന്നതും പക്ഷേ നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു വീണ്ടും ഇവർ ഡ്രീമിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇവരെ പേടിപ്പിക്കുന്നത് ഇവരുടെ മരിച്ചുപോയ അമ്മൂമ്മയായിരിക്കും കേട്ടോ. ഏലിയറ്റാണ് പേടിക്കുന്നത്. ഏലിയറ്റ് പേടിച്ചെണീക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡ്രീം അവിടെ സ്റ്റോപ്പ് ആകുന്നുണ്ട്. രണ്ടുപേരും കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിൽ ഒരാൾ പേടിച്ചെണീറ്റാൽ തന്നെ മറ്റാള് ഓട്ടോമാറ്റിക്കലി എണീക്കും. പിന്നീട് ഇവരെത്തുന്ന ആ ഒരു ഡ്രീമിൽ ഇവരെന്നെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതായത് തീയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ആദ്യം ടോണി ഇടുന്നുണ്ട്, പിന്നെ ഏലിയറ്റിന് ഇടുന്ന ടൈമിൽ ഏലിയറ്റ് വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡ്രീം സ്റ്റോപ്പ് ആകുന്നുണ്ട്. അടുത്ത ഡ്രീമിൽ എത്തുന്നത് ഈ നെയ്ക്കഡ് ആയിട്ടായിരിക്കും കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലെന്ന് ഏലിയറ്റ് പറയുമ്പോൾ ഇവളും നെയ്ക്കഡ് ആയിരിക്കും. ആ ടൈമിൽ അങ്ങോട്ട് ഇവളുടെ ആ ക്രഷ് ആയിട്ടുള്ള ലൈബ്രറിയൻ എത്തുമ്പോൾ ഇവൾക്കാകെ നാണക്കേടാകുന്നുണ്ട്. ഇവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് ഇവളുടെ ക്ലാസ്സിലാണ് കേട്ടോ എത്തുന്നത് ഡ്രീമിൽ. ആ സമയത്ത് സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന സ്റ്റീവിയോട് അങ്ങനെയാണെങ്കിൽ നിനക്ക് മിക്കവാറും B- കിട്ടുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട് വീണ്ടും ഇവള് ഷോക്കായി എണീക്കുന്നുണ്ട്. ഡ്രീം അവിടെ സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ. ഈ 2 പ്രാവശ്യം ഞാൻ കാരണമാണല്ലേ ഡ്രീം സ്റ്റോപ്പായി എന്ന് പറയുന്ന സ്റ്റീവി ആണെങ്കിൽ ഉറങ്ങാന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണല്ലേ എന്നാണ് കേട്ടോ ഏലിയറ്റിനോട് ചോദിക്കുന്നത്. അങ്ങനെ വീണ്ടും കുറേ ഡ്രീമിലേക്ക് ഇവർ എത്തുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ വെച്ച് ഇവർ പേടിച്ചിട്ട് ഇവർക്ക് ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു കോമഡി രൂപേണ കാണിക്കുന്നുണ്ട്. അവസാനം ഇവർ ഡ്രീം ചെയ്യുന്ന ടൈമിൽ ഒരു വലിയ ടെഡി ബെയറിന്റെ കയ്യിലായിരിക്കട്ടെ ഇവർ. അപ്പോൾ ഈ ടെഡി ബെയർ ആണെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇവരെ ഞെരുക്കാൻ നോക്കുന്നുണ്ട്. ആ ടൈമിൽ സ്റ്റീവി ആണെങ്കിൽ എണീക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏലിയറ്റിനോട്. അപ്പോൾ ടോണി ആണെങ്കിലും ഈ ടെഡി ബെയറിനോട് നമ്മളൊന്നില്ലെങ്കിലും ഒരേ കാറ്റഗറി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൈ കൊണ്ട് ഞെരുക്കാൻ നോക്കുന്ന ടൈമിൽ ആ ഒരു എൻഡ് പോയിന്റിൽ എത്തുമ്പോൾ സ്റ്റീവിയും ഏലിയറ്റും കൈകൾ കോർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഈ ഏലിയറ്റിന് ഒരു പ്രത്യേക ശക്തി കിട്ടുന്നതും ഈ ടെഡി ബെയറിന്റെ കൈയൊക്കെ അങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. ആ ടൈമിലാണ് സ്റ്റീവി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഒരേ സമയം ഒരേ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അത് നടക്കും. ഇതൊരു സംഭവം തന്നെയാണല്ലേ എന്ന് സ്റ്റീവി പറയുന്ന ടൈമിൽ ഏലിയറ്റ് ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡൈനാമൈറ്റ് ഫിസ്റ്റ് കിട്ടൂലേ എന്ന് പറഞ്ഞ് പിന്നീട് ഇവളാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇവളുടെ ഈ മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ട് ഇതിനടിക്കാൻ നോക്കുന്നുണ്ട്. ഒരു കാര്യം ഉണ്ടാകുന്നില്ല കേട്ടോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്താലേ വോക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ ആ ഒരു ഡൈനാമൈറ്റ് ഫിസ്റ്റ് കൊണ്ട് ഈ ടെഡി ബെയറിന് ഒരു ഇടി അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ഇത് ശരിക്കും വീണു പോകുന്നുണ്ട്. വാവ്, ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഹാപ്പി ആകുന്നുണ്ട്. ഇവരാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് വീഴുന്ന ടൈമിൽ അയ്യോ ജെറ്റ് ബാക്ക് എവിടെയെന്ന് ചോദിച്ചു സ്റ്റീവി കരയുമ്പോൾ അത് വേണ്ടാന്നല്ലേ നീ പറഞ്ഞെന്ന് ഇവൻ ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവരുടെ ആ ഒരു കട്ടിൽ അങ്ങോട്ട് എത്തിയിട്ട് ഇവരെ എസ്കേപ്പ് ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ കട്ടിലിൽ പോകുന്ന ടൈമിൽ വീണ്ടും ഈ അന്തരീക്ഷം മാറാണ്. അതായത് ഇരുട്ട് വരുന്നുണ്ട്, ഇടി വെട്ടുന്നുണ്ട്. ഈ ചുഴലിക്കാറ്റ് വരുന്ന ടൈമിൽ ഇവർക്ക് കൈയൊന്നും കോർത്തു പിടിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ഇവർ കറങ്ങുകയാണ്. ആ ടൈമിലും സ്റ്റീവി എണീക്കരുത് പേടിക്കരുതെന്ന് ഉറക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പിന്നീട് കാണിക്കുന്നത് ഇവർ ഈ മണൽത്തരിയിൽ വീണ് കിടക്കുന്നതാണ്. അതായത് ഇവർ പേടിച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കില്ല. ഇവർ നോക്കുന്ന ടൈമിൽ ഇത് വർക്കായി നമ്മൾ ശരിക്കും ജയിച്ചു എന്ന് പറയുമ്പോൾ ഇവർ തൊട്ട് മുന്നിലായിട്ട് കാണുന്നത് ഒരു പടുകൂറ്റൻ ബംഗ്ലാവ് അങ്ങ് ഉയരുന്നതാണ് കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് എങ്ങനെ എത്താന്ന് ചോദിക്കുമ്പോൾ ജെറ്റ് ബാക്ക് സെറ്റ് ആക്കിയാലോ എന്ന് ചോദിക്കുന്ന ഏലിയറ്റിനോട് ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ച് എന്താഗ്രഹിച്ചാലും അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ മുകളിലേക്ക് പറന്നുയരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ഇവർ ശരിക്കും അമ്പരക്കുന്നുണ്ട്. അതായത് ഈ മണൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബംഗ്ലാവ് ആയിരിക്കും അത്. അതിന്റെ ഉള്ളിൽ ഈ മണൽത്തരിക ക്യൂബായിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. ഇവർ ശരിക്കും വണ്ടടിക്കുന്നുണ്ട് കേട്ടോ. ഈ മണൽത്തരികളിൽ ഈ ക്യൂബ്സ് ഉണ്ടല്ലോ ഇവരെ ഒരു സ്റ്റെപ്സിന്റെ അവിടേക്ക് കൊണ്ടെത്തുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അത് സാൻഡ്മാൻ ആയിരിക്കും കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ പേടി സ്വപ്നങ്ങളൊക്കെ കടന്ന് ഒരു കൂട്ടർ ഇങ്ങോട്ട് എത്തുന്നത്. ഞാനാണ് സാൻഡ്മാൻ, നിങ്ങൾക്ക് ഇവിടേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് അവിടെ ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ശരി മക്കളെ, നിങ്ങൾ പറയൂ എന്താ നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ സ്റ്റീവി ആണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി സ്പിറ്റപ്പ് ആവാൻ പോവുകയാണ്, അത് സംഭവിക്കരുത്, അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുമ്പോൾ സാൻഡ്മാൻ ആണെങ്കിൽ അത്രയേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഇവരെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ ഡ്രീംസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ ഒരു ക്യൂബ് എന്തോ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. സോ അതിലാണ് ഈ മണൽത്തരികൾ വന്ന് വീഴുന്നതും. ഇത് ഇങ്ങനെ ഡ്രീംസിന് വേണ്ടി ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, നിങ്ങളുടെ ഓരോ ഡ്രീംസ് ഇവിടെ കാണാൻ കഴിയും, അങ്ങനെയാണ് ഇത് സക്സസ് ആകുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ സംസാരിക്കുന്ന സാൻഡ്മാൻ ആണെങ്കിൽ പണ്ട് ഈ ഏലിയറ്റും അതുപോലെ സ്റ്റീവിയും കണ്ട സ്വപ്നങ്ങളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലിയറ്റ് ആണെങ്കിൽ പറക്കാനുള്ളതും ഷൂട്ട് ചെയ്യാനുള്ള ഡ്രീംസ് ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ ഇവളുടെ ക്രഷിനെ ഈ തീപിടുത്തത്തിൽ നിന്ന് എസ്കേപ്പ് ആക്കുന്ന ഒരു ഡ്രീമാണ് കണ്ടിരുന്നത്. അപ്പൊ ഇത് കാണുന്ന ഏലിയറ്റ്
ഏലിയറ്റ് ഇവളെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട്. അയ്യേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്റ്റീവി ഓവറായിട്ട് കോൺഫിഡൻസോട് കൂടി പറയുമ്പോൾ സാൻഡ്മാൻ ആണെങ്കിൽ സ്വപ്നം കാണുന്നതൊന്നും തെറ്റല്ല, അത് ശരിക്കും നല്ല സൂപ്പർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഈ റിയൽ വേൾഡ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അല്ല ഇങ്ങനെ സ്വപ്നം കാണിച്ചിട്ടാണോ നിങ്ങൾ ഞങ്ങളുടെ അച്ഛനെയും അമ്മയെ ഒന്നിപ്പിക്കാൻ പോകുന്നതെന്ന് ഇവൾ അവിടെ ചോദിക്കുന്നുണ്ട്. അല്ല ഞാൻ മറ്റൊരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മറ്റൊരു ഡോറ് തുറക്കുമ്പോൾ അവിടെ ഒരു സാൻഡ് ക്ലോക്ക് കാണുന്നുണ്ട് കേട്ടോ. ആ സാൻഡ് ക്ലോക്ക് കണ്ടില്ലേ, അത് നിങ്ങൾ പുഷ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യും. അതിലെ അവസാന മണൽത്തരി വീഴുന്ന ടൈമിൽ നിങ്ങളുടെ ഡ്രീം അത് ട്രൂ ആകും, അത് നടക്കുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവർക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വർക്ക് ചെയ്യുക മാത്രമാണെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും അങ്ങോട്ട് എത്തിയിട്ട് ഇത് പുഷ് ചെയ്തിട്ട് അത് തിരിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ മണൽത്തരികൾ വീണ് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറയുന്നതും പിന്നീട് ഇവർ എണീക്കുന്ന ടൈമിൽ ഇവരുടെ റൂമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. ഇവർ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. ഇവർ പോയി നോക്കുമ്പോൾ അമ്മ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചെത്തുന്നതും അമ്മയുടെ വീട്ടിലേക്ക് പോയില്ലെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് നിങ്ങളെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവർ സന്തോഷത്തിൽ സംസാരിക്കുന്നതൊക്കെയാണ് കേട്ടോ ഈ പിള്ളേർ ശ്രദ്ധിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ജോയിൻ ചെയ്യുന്നതും പിന്നീട് അന്ന് ഇവർ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. ഇവർ ഒരുമിച്ച് ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഫാമിലി പാക്ക് തന്നെ ഇവർക്ക് അന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അന്ന് നൈറ്റിൽ കിടന്നുറങ്ങുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ സ്റ്റീവിയുടെ അടുത്തേക്ക് വരുന്നതും ഇന്റർവ്യൂ എന്തായി, അമ്മ ഡെലൂത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഒന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സ്റ്റീവിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, അത് നോക്കിയിട്ട് ഇത് നന്നായിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോയാണെന്ന് പറഞ്ഞ് ബായ് പറഞ്ഞു പോകുമ്പോഴാണ് സ്റ്റീവി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഫാമിലി ഫോട്ടോ മുന്നേ ഇവളുടെ കയ്യിൽ നിന്ന് വീണൊന്ന് പൊട്ടിയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു പൊട്ടലും കാണാനില്ല. ഇത് ശ്രദ്ധിക്കുന്ന ഏലിയറ്റ് ആണെങ്കിൽ എനിക്ക് അപ്പോഴേ സംശയം തോന്നി ഇത് ശരിക്കും ഡ്രീം ആണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ റൂമൊക്കെ എക്സ്ട്രാ ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ അത് പൊട്ടിയതല്ലേ, അത് മാത്രമല്ല എൻ്റെ ടോണിക്ക് ഒരു വൃത്തികെട്ട സ്മെല്ലും ഇല്ല, ലാവൻഡറിൻ്റെ സ്മെല്ലാണ്, എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുമ്പോൾ സാൻഡ്മാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രീമിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന്, അതുകൊണ്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്റ്റീവി സംസാരിക്കുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ അല്ല ഇതൊരു ഡ്രീമാണ്, നമ്മൾ ട്രാപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉന്തും തള്ളും ആകുന്ന ടൈമിൽ ഈ ഫോട്ടോയാണെങ്കിൽ അവിടെയുള്ളൊരു മിററിൽ പോയിട്ട് അങ്ങ് വീഴുന്നതും അത് പൊട്ടുന്ന ടൈമിൽ മിറർ മാത്രമല്ല ആ ചുമരും റൂഫൊക്കെ അങ്ങ് പൊട്ടുകയാണ് കേട്ടോ. അതായത് ഇവരിപ്പോഴും ഒരു ഡ്രീമിലാണെന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങോട്ട് വരുന്ന സാൻഡ്മാൻ ആണെങ്കിൽ എന്താ പറ്റി, എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ഡ്രീം ആയിരുന്നുവല്ലേ, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് ചോദിക്കുന്ന ഏലിയറ്റിനോട് സാൻഡ്മാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതാണ് അവസാനത്തെ മണൽത്തരി വീണ് കഴിയുമ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ആവത്തുള്ളൂ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏലിയറ്റ് ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയാണ്, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊന്നും ശരിയല്ല ചേച്ചി എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവിടെ കൈ വലിക്കുന്ന ടൈമിൽ സാൻഡ്മാൻ ആണെങ്കിലോ ഞാൻ നിന്നെ രക്ഷിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിന്റെ പാരൻസ് എന്തായാലും ഒന്നാവില്ല, അപ്പോൾ ഈ ഡ്രീം വഴി നിനക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ഇവൾ നോക്കുന്ന ടൈമിൽ ഇവളുടെ അച്ഛനെയും അമ്മയെയും ഇവൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദേ നമ്മുടെ പാരൻസ് എന്ന് സ്റ്റീവി പറയുന്ന ടൈമിൽ ഇതൊക്കെ ഡ്രീമാണ്, ഇതൊന്നും റിയാലിറ്റി അല്ല, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവിടെ കൈ വലിക്കുന്ന ടൈമിൽ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാ, അമ്മയുടെയും അച്ഛൻ്റെയും വഴക്ക് കാണാനാണോ, അവർ സ്പ്ലിറ്റ് ആകുന്നത് കാണാനാണോ, ഞാനത് ആഗ്രഹിക്കുന്നില്ല, ഈ ഡ്രീമിൽ നിന്ന് എണീക്കാൻ എനിക്ക് താല്പര്യമില്ല, നീയാണിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൾ ചൂടാകുന്നതും പിടിയും വലിയാകുന്ന ടൈമിൽ ഏലിയറ്റ് താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനാകുകയാണ്. ഇവൾ പേടിക്കുമ്പോൾ സാൻഡ്മാൻ ആണെങ്കിൽ പേടിക്കേണ്ട, അവനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയുന്നതും ഇവളിപ്പോൾ കാണുന്ന ഈ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അത് ഡ്രീമിലാണ് കേട്ടോ. ഇവരാണെങ്കിൽ സ്റ്റീവി ഇങ്ങോട്ട് വായു മോളെ ഇവിടെ സേഫ് ആണെന്ന് പറയുമ്പോൾ ഇവൾ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏലിയറ്റ് തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഇവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. ഇവൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് സ്റ്റീവി കിടന്നുറങ്ങുകയാണ്. എത്ര വിളിച്ചിട്ടും ഇവൾ എണീക്കുന്നില്ല. അങ്ങനെ ഇവൻ ബഹളം വയ്ക്കുന്നതും പിന്നീട് അച്ഛനും അമ്മയും ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഇവരാകെ വിഷമിച്ച് സ്റ്റീവിയുടെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ പറ്റി, അവർക്ക് പോലും എന്താ അസുഖം എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വിഷമിച്ചിരിക്കുന്ന ഏലിയറ്റ് ആണെങ്കിൽ ഇതെല്ലാം സാൻഡ്മാൻ കാരണമാണ്, സ്റ്റീവി അച്ഛനും അമ്മയും ഒന്നിക്കണം എന്നുള്ളൊരു ഡ്രീം എടുത്തിരുന്നു, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡ്രീം വേൾഡിൽ പോയിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയും ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ടൈമിൽ സ്റ്റീവി ആണെങ്കിലോ ഇവള് ചെറുപ്പത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അച്ഛനും അമ്മയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, പണ്ടത്തെ ആ ഒരു സ്നേഹം, ഇവർ സ്നേഹത്തിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും ഡാൻസ് കളിക്കുന്നതും അങ്ങനെ ഇവൾ ഇഷ്ടപ്പെട്ട ആ ഒരു ലൈഫിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇവളുടെ റൂമിലേക്ക് പോകുമ്പോഴാണ് ക്ലീൻ ചെയ്ത് കിടക്കുന്ന റൂം തൊട്ടടുത്ത ഏലിയറ്റിന്റെ ബെഡില്ല, കാരണം ഏലിയറ്റ് ജനിച്ചിട്ടില്ലല്ലോ. അത് മാത്രമല്ല ഇവന്റെ ആ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് കേട്ടോ. ഇവന്റെ ടോയ് ആയിട്ടുള്ള ആ ടോണിയെ കൂടി കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടാകുന്നുണ്ട്. നീ എന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്ന, ഇവളാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു കാര്യം ഓർത്തെടുക്കുന്നുണ്ട്. അതായത് ഇവൻ ചെറിയ കുട്ടിയാകുന്ന ടൈമിൽ ഈ മെഷീനിൽ കോയിൻ ഇട്ടിട്ട് ടോയ് എടുക്കുന്ന ആ ഒരു ഗെയിം ഇവർ കളിച്ചിരുന്നു കേട്ടോ.
അവസാനത്തെ കോയിൻ ഇട്ടിട്ട് ഇവളൊരു പാവ എടുക്കാൻ നോക്കുമ്പോൾ ഇവൾക്ക് അത് കിട്ടുന്നില്ല. വിഷമിക്കുന്ന സ്റ്റീവിയെ സമാധാനിപ്പിക്കുന്ന ഏലിയറ്റ് ആണെങ്കിൽ ചേച്ചി ഈ ഡോൾ എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇത് നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് അല്ലേ എന്ന് ചോദിക്കുന്ന സ്റ്റീവിയോട് അത് കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കളിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ടോണി അവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇത് ആലോചിക്കുന്ന സ്റ്റീവിക്ക് ഇവനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ നന്നായി മിസ് ചെയ്യുന്നു, എനിക്ക് അച്ഛനെയും അമ്മയും കാണണം, സാൻഡ്മാൻ എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഇവൾ കരയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും എത്തുന്നില്ല. അപ്പോൾ ഇവളുടെ ഫാമിലി ഫോട്ടോ നേരത്തെ എറിഞ്ഞതുപോലെ തന്നെ മിററിലേക്ക് എറിയുന്നുണ്ട്. മിറർ പൊട്ടുന്നുണ്ടെങ്കിലും ഇവൾക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ഇവളാകെ വിഷമിക്കുകയാണ്. ഹോസ്പിറ്റലിലുള്ള സ്റ്റീവി ആണെങ്കിലും ഏലിയറ്റ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. തൻ്റെ സിസ്റ്റർ തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഏലിയറ്റ് ആണെങ്കിൽ ഇവൻ്റെ ബാഗൊക്കെ ഇങ്ങനെ തപ്പാണ്. നീ എന്താ ചെയ്യുന്നതെന്ന് പാരൻസ് ചോദിക്കുമ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ ആ ഡ്രീമിൽ ചേച്ചി സ്റ്റക്ക് ആകും, ചേച്ചിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഒരു ആമയുണ്ടല്ലോ ഇവൻ ഉറക്കാൻ കഴിയുന്നത് അതാണ് കേട്ടോ തപ്പുന്നത്. നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പില്ലോ പിടിക്കുമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്നതും അവിടെ അങ്ങ് വീഴുന്നുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ കറക്റ്റായിട്ട് തലയണ ഇവന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവൻ അങ്ങനെ ഡപ്പേന്ന് പറഞ്ഞ് വീഴുന്ന ഇവർക്കറിയാം. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, നിനക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ അങ്ങനെ ചുമ്മാ ഒന്നും പറയില്ല. ആ പുസ്തകത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന പാരൻസിനെ കാണിക്കുന്നുണ്ട്. ടോണി ആണെങ്കിലോ ഡ്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നതും ആ ടോണി ആണെങ്കിൽ കട്ടിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ടിലിൽ പറക്കുന്ന ടൈമിൽ ടോണി ആണെങ്കിൽ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ഈ നൈറ്റ് മെയറൊക്കെ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ അടുത്ത് എത്തണം, ചേച്ചിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അത് ശരി അതാ പ്ലാനല്ലേ, അപ്പോൾ ഞാൻ ഇല്ലാന്ന് പറഞ്ഞ് ടോണി അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് ഇവൻ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേടി സ്വപ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗ്രാൻഡ്മയെയും അതുപോലെ സംസാരിക്കുന്ന സോസേജിനെയും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇവൻ അതിലൊന്നും തന്നെ പേടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ആകാശം മൊത്തത്തിൽ അങ്ങ് ഇരുളുന്നതും ഇടിവെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചുഴലിക്കാറ്റ് സംഭവിക്കുന്ന ടൈമിൽ ഇവൻ പേടിക്കുന്നുണ്ട്. അവിടെ എന്താണെന്ന് സംഭവിച്ചതെന്ന് കാണിക്കാതെ സ്റ്റീവി ആണെങ്കിൽ റൂമിലുള്ള എല്ലാ സാധനങ്ങളും എറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. ഏലിയറ്റ് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് ഏലിയറ്റ് അങ്ങോട്ട് വരുന്നതും ഇവനെ കാണുമ്പോൾ ഇവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, വളരെ മോശമായിട്ട് നിന്നോട് സംസാരിച്ചു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നീ എൻ്റെ പൂക്കി തന്നെയാണെന്ന് പറയുന്ന സ്റ്റീവി ആണെങ്കിൽ അല്ല നീ എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഒരു ചുഴലിക്കാറ്റ് വന്നല്ലോ, അതൊരു നൈറ്റ് മെയർ ആയിരിക്കും കേട്ടോ, ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വരികയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാനൊരു കൊച്ചു പയ്യനല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എനിക്ക് എൻ്റെ ചേച്ചിയെ തിരിച്ചു കൊണ്ടുപോകണം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഒരു നൈറ്റ് മെയർ ആണെങ്കിൽ ഇവനോട് പറയുന്നുണ്ട് ഞാനും സാൻഡ്മാനും ഒരുമിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഡ്രീം കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ലോകത്തിൽ ഒരുപാട് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ആ ടൈമിൽ നിങ്ങൾ ഇത് ഓവർകം ചെയ്യണം, അപ്പോൾ സ്വപ്നത്തിൽ ഓവർകം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ സൂപ്പർ സ്ട്രോങ് ആക്കുമെന്ന് പറയുന്ന ഈ ഒരു നൈറ്റ് മെയർ ആണെങ്കിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ ഇത്രയ്ക്കും ബുദ്ധിമുട്ടി ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ, അവരോടുള്ള ഫീലിങ്സ് ഒരിക്കലും മാറരുത്, അത് അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനെ സിമ്പിളായിട്ട് സ്റ്റീവിയുടെ അടുത്ത് എത്താൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റീവിക്ക് അങ്ങ് സങ്കടമാകുന്നുണ്ട് കേട്ടോ. എന്നാൽ അങ്ങോട്ട് വരുന്ന സാൻഡ്മാൻ ആണെങ്കിൽ ആ ഒരു നൈറ്റ് മെയർ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ, അവർ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളുടെ ഡ്രീം സക്സസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സാൻഡ്മാൻ പറയുന്ന ടൈമിൽ സോറി ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോകണമെന്ന് സ്റ്റീവി പറയുമ്പോൾ ഇല്ല ഞാനതിന് സമ്മതിക്കില്ല, പകുതിക്ക് വെച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന സാൻഡ്മാൻ ആണെങ്കിൽ ഒറ്റയടിക്ക് ഇവരെ അങ്ങ് താഴത്തോട്ടിടുന്നുണ്ട്. താഴത്തേക്ക് വീഴുന്ന ടൈമിൽ ഇവർ രണ്ടുപേരും പേടിക്കുന്നതും എന്നാൽ ആ ടൈമിൽ കറക്റ്റായിട്ട് ടോണി ആ കട്ടിലായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഏലിയറ്റ് ആണെങ്കിൽ ടോണി എനിക്ക് അറിയായിരുന്നു നീ വരുമെന്ന്, അങ്ങനെ നീ ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നതും പിന്നീട് ഇവരാണെങ്കിൽ അവർ ഗ്ലാസിൻ്റെ അടുത്തേക്ക് പോകാനാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു കട്ടിലാണെങ്കിൽ പറക്കുന്ന ടൈമിൽ ഇവർ ശരിക്കും വീഴാനൊക്കെ പോകുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. എന്നാൽ ടോണി ആണെങ്കിൽ ഒരു അഡ്വഞ്ചർ മൂഡിലായിരിക്കും. അങ്ങനെ ഇവർ പറന്നിട്ട് ഈ അവർ ഗ്ലാസിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ സാൻഡ്മാൻ ആണെങ്കിൽ അവിടെയുള്ള ഈ സാൻഡ് ക്യൂബ്സിനോടൊക്കെ തന്നെ ഇവരെ എന്നെ ബ്ലോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ കട്ടിലേക്ക് വീഴുന്നതും ഇവർക്കാണെങ്കിൽ പറക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ. ആ ടൈമിൽ ഈ അവർ ഗ്ലാസിൻ്റെ അവിടെ ഒരു ഡോർ ഉണ്ടല്ലോ അത് അടയാൻ പോവുകയാണ്, അതായത് മണൽത്തരികൾ അവസാനിക്കാറാവുകയാണ് കേട്ടോ. ആ ടൈമിൽ അങ്ങോട്ട് എത്തുന്ന ഇവരുടെ അച്ഛനാണെങ്കിൽ ഇവർ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ആളും ഈ ഒരു ഡ്രീമിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡോർ അങ്ങ് അടയുന്നത് ബ്ലോക്ക് ചെയ്യാണ്. ഇത് കാണുന്ന സാൻഡ്മാൻ ആണെങ്കിൽ നിങ്ങൾ ആരാ എന്തായി ചെയ്യുന്നത്, ഇത് എൻ്റെ ഡ്രീമാണെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന വാതിൽ ബ്ലോക്ക് ചെയ്യുന്ന ഈ സ്റ്റീവിയുടെ അമ്മയാണെങ്കിലും അല്ല ഇതിപ്പോൾ ഞങ്ങളുടെ കൂടി ഡ്രീമാണെന്ന് പറയുന്നതും ആ ടൈമിൽ കട്ടില്ലേ ആ ബട്ടൺ കാണുന്ന സ്റ്റീവി ആണെങ്കിൽ ഇത് അമർത്തുന്നതായിരിക്കും ഇപ്പം നല്ലതെന്ന് പറഞ്ഞ് ഇവരത് അമർത്തുന്ന ടൈമിൽ നേരത്തെ പോലെ തന്നെ ഈ കട്ടിൽ റോക്കറ്റ് പോലെ അങ്ങ് പറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഡോർ അടയുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് എൻ്റർ ചെയ്യാണ്. അമ്മയാണെങ്കിലും സാൻഡ്മാൻ ഇട്ടൊരു നല്ല ചവിട്ട് കൊടുക്കുമ്പോൾ ആളാണെങ്കിൽ കൂപ്പ് കുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ദയവ് ചെയ്ത് വാക്വം ക്ലീൻ ഉപയോഗിച്ച് എന്നെ ക്ലീൻ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് സാൻഡ്മാൻ്റെ കാര്യം ഏകദേശം തീരുമാനമാകുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഇവരെ വന്ന് ഹഗ് ചെയ്യുന്നതും നീ ഇതൊക്കെ ചെയ്തത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ,
നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവർ ഹഗ് ചെയ്യുന്ന ടൈമിൽ ചേച്ചി അവർ ഗ്ലാസ് നമുക്ക് പൊട്ടിക്കേണ്ടതെന്നാണ് അനിയൻ ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ അമ്മ ഈ സാൻഡ്മാൻ ഇട്ട് ചവിട്ടിയല്ലോ അതിനെപ്പറ്റി പറഞ്ഞും ഇവർ തമാശയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ഇവരുടെ ആ ഒരു പുതിയ പവർ ഉണ്ടല്ലോ ഡൈനാമൈറ്റ് ഫിസ്റ്റ്, അതായത് ഈ ഡൈനാമൈറ്റിന്റെ ശക്തി കിട്ടിയിരിക്കുകയാണ് ഇവരുടെ ആ ഒരു മുഷ്ടിയിൽ. അപ്പോൾ ഈ മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ട് ഇവർ നല്ലൊരു ഇടി വെച്ച് കൊടുക്കുന്നതും ആ സാൻഡ് ഗ്ലാസ് മൊത്തത്തിൽ അങ്ങ് പൊട്ടുന്നുണ്ട്. ഇവരുടെ റിയാലിറ്റിയിലേക്ക് തിരിച്ചെത്തുകയാണ്. അതായത് നൈസായിട്ട് ഒരു ഡ്രീം കണ്ട ഒരു ഫീൽ ആയിരിക്കും എല്ലാവർക്കും. പിന്നീട് ഇവരുടെ ലൈഫ് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അതായത് അമ്മയും അച്ഛനും എല്ലാം സംസാരിച്ച് തീർക്കുന്നതും അമ്മയ്ക്ക് ഡുലൂത്തിൽ നല്ലൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛനാണെങ്കിൽ അങ്ങോട്ട് മാറി അവിടെ ഒരു പുതിയ ബാൻഡ് തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ടൈമിൽ ഏലിയറ്റ് ആണെങ്കിൽ സ്റ്റീവിയോട് നമ്മൾ രണ്ടുപേരും ഈ സെപ്പറേറ്റ് റൂമിലായിരിക്കും, അപ്പോൾ നിനക്ക് എന്നെ മിസ് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നിന്റെ ഈ കളിപ്പാട്ടങ്ങളും ഈ വൃത്തികെട്ട സ്മെല്ലുള്ള ടോയ്സും അല്ലേ മിസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ അച്ഛനും അമ്മയും സാധനങ്ങളൊക്കെ കയറ്റുന്നതിന്റെ തിരക്കിലായിരിക്കും. അങ്ങോട്ട് നീക്ക് ഇങ്ങോട്ട് നീക്ക് എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നത് കാണുന്ന സ്റ്റീവി ആണെങ്കിൽ ഇവര് തമ്മിലുള്ള ഈ ആർഗ്യുമെന്റ് മാറുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്ന് പറയുന്നതും പിന്നീട് 4 പേരും ഇവർ ഇത്രയും കാലം താമസിച്ച ആ വീട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വീടിനോട് അത്രയും അറ്റാച്ച്മെന്റ് ആണല്ലോ, ഇനി നമ്മൾ ഇങ്ങോട്ട് വരത്തില്ല അല്ലേ, ഇവിടെ നമ്മുടെ സ്വർഗം തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ഒന്നുമല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും സംഭവിക്കും. എന്നാൽ ഒരു മാറ്റവും ഇല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഫാമിലി മാത്രമായിരിക്കും. ഫാമിലിക്ക് പകരം വെക്കാനായിട്ട് മറ്റൊരു ചോയ്സ് പോലും ഉണ്ടായിരിക്കില്ല നമ്മുടെ ഡ്രീംസിൽ പോലും. കാരണം ഫാമിലിയാണ് ബെറ്റർ എന്ന് പറയുന്ന ഈ സ്റ്റീവിയുടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ ഈ വണ്ടിയുടെ ഡോറ് തുറന്ന് പുറത്ത് വീഴുന്നതും അയ്യോ മര്യാദയ്ക്ക് ലോക്ക് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ച് അമ്മ ചൂടാകുന്നതും ഇവർ സാധനങ്ങൾ വീണ്ടും പെറുക്കി വെക്കുന്ന ഒരു മെസ്സി സീനോട് കൂടിയിട്ടാണ് ഈ ഒരു കൊച്ചു ആനിമേ മൂവി അവസാനിക്കുന്നത്. വലിയ സ്റ്റോറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വളരെ കൂൾ മൈൻഡഡ് ആയിട്ട് ജസ്റ്റ് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ആൻഡ് ഫണ്ണി മൂവി തന്നെയാണ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ എടുത്തു പറയേണ്ടത് വിഷ്വലി ഇത് തരുന്ന ഒരു ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിലൂടെ അറിയിക്കത്തില്ലേ? താങ്ക്